അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ സഫർ 18 മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഫർ 18 രാവിലും പകലിലും ചൊല്ലേണ്ട, ഞായറാഴ്ച രാവിലും പകലിലും ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്റുകളാണ് നാം ഈ മജ്ലിസിലൂടെ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ടവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും മാറ്റിത്തരണേ അല്ലാ. റാഹത്തുള്ള ഖൈറായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ പല വിഷമങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി ഉസ്താദെ, പ്രയാസങ്ങളൊക്കെ മാറി കുടുംബം നന്നായി പോകാനും ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരാനും ദുആ ചെയ്യണം. അള്ളാഹുവെ, ആ സഹോദരിയുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല റാഹത്തുള്ള കുടുംബമാക്കി കൊടുക്കണം അല്ലാ. അവിടെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആ ഭർത്താവിന് ഇനിയും മനസ്സ് കൊടുക്കണം അല്ലാ. നല്ല റാഹത്തുള്ള ജീവിതം നൽകണേ പടച്ചോനെ. അള്ളാഹുവെ, അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസീത് ചെയ്ത് കടങ്ങൾ വീടാൻ വേണ്ടി ഉസ്താദെ ദുആ ചെയ്യണമെന്ന് സഹോദരി റബ്ബേ, അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഒരു സഹോദരി അൽഹംദുലില്ലാഹ് ഈ ദുആ കേട്ടാൽ, ഈ സദസ്സ് കേട്ടാൽ വലിയ സമാധാനമാണ് എന്ന് സഹോദരി അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല സമാധാനം നൽകട്ടെ. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് സമാധാനമാണെന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് റാഹത്ത് ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സഹോദരി ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി, ശമ്പളത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയൊക്കെ ഉപ്പാക്കും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജോലിയിൽ ശമ്പളത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഉമ്മാൻ്റെ ഉപ്പാനെ ഖബറിന് സ്വർഗത്തോപ്പാക്കണേ അല്ലാ. റാഹത്തുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ പടച്ചോനെ. കുട്ടികളെ കല്യാണം എത്രയും പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി പടച്ചോനെ, എത്രയും പെട്ടെന്ന് റാഹത്തുള്ള ഒരു ബന്ധം അവർക്ക് നീ നൽകണേ അല്ലാ. നീയാണല്ലോ എല്ലാം റാഹത്താക്കി കൊടുക്കുന്നവൻ. അതുപോലെ വേറെ സഹോദരി, എനിക്കും ഭർത്താവിനും എൻ്റെ താത്താവും കുട്ടിക്കും ഉംറ ചെയ്യാൻ ആശയുണ്ട്. അള്ളാഹുവെ, ആ ആശ നീ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യണം റബ്ബേ. എത്രയും പെട്ടെന്ന് വീടാവാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ. അള്ളാഹുവേ, അതിനുള്ള എല്ലാ വഴികളും ആ സഹോദരിക്ക് നീ തുറന്നു കൊടുക്കണം അല്ലാ. ഹലാലായ മുറാദ് ഹാസിലാകാൻ അള്ളാഹുവെ, അവരുടെ ഹലാലായ മുറാദുകളൊക്കെ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണം അല്ലാ. മകന്റെ മിക്ക രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റാഹത്ത് ആ കുടുംബത്തിന് നൽകണേ പടച്ചോനെ. അതുപോലെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് പേരുണ്ട് പടച്ചോനെ. അവർക്കൊക്കെ നീ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാവരുടെയും കാര്യങ്ങൾ നീ ബർക്കത്തിലാക്കി കൊടുക്കണേ പടച്ചോനെ. ഉസ്താദെ, വല്ലാത്ത വിഷമത്തിലാണ്. എൻ്റെ സഹോദരൻ്റെയും മകൻ്റെയും കാര്യത്തിൽ ദുആ ചെയ്യണേ അള്ളാഹുവേ. ആ സഹോദരൻ്റെയും അവരുടെ മകൻ്റെയും കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ പടച്ചോനെ. വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ശത്രുക്കളെ ചെറിനെ തൊട്ടൊക്കെ നീ കാക്കണേ റബ്ബേ. ഒരു സഹോദരി അള്ളാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ റാഹത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് നമ്മുടെ ഷുക്കൂർ മാഹിരി ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ഇസ്മാണ്. ഇന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഉണ്ടായിരിക്കുക. 4ാമത്തെ ഇസ്മ യാ മലിക് യാ അല്ലാ എന്നത് 313 തവണ ചൊല്ലുന്നു. തുടങ്ങാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതൽ യാ അല്ലാ മുതൽ ഓരോ ഇസ്മുകൾ ഓരോ ദിവസം 313 തവണ ചൊല്ലണം. അത് നമ്മുടെ ജീവിതത്തിൽ മാറി മറിയാൻ, ജീവിതത്തിൽ വലിയ ഖൈറുകളും ബർക്കത്തും വിഷമങ്ങളൊക്കെ തീരാൻ വലിയ ഒരു ഫലമുള്ള ഒരു അമലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഈ സഫർ 18 മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ സഫർ 18 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ദ് ലഭിക്കാൻ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പടച്ചോനെ, ഞങ്ങൾ ഓതിയതായ ആയത്തുൽ കുർസിയെ സ്വീകരിക്കണേ. അതിൻ്റെ അല്ലാഹു ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ എല്ലാ ശർറായ ഖലാഇനെ തൊട്ട് കാക്കണേ. ഫിത്നകളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ജീവിതത്തിൽ ഖൈർ നൽകണേ റബ്ബേ. ശൈത്താന്റെ എല്ലാ ഫിത്നകളിൽ നിന്നും ശർറുകളിൽ നിന്നും ഞങ്ങളെയും മക്കളെയും കുടുംബത്തെയും കാക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت خلقتني أنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും നിന്റെ മുമ്പിൽ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി മാപ്പ് നൽകണേ. മാപ്പ് നൽകുന്നവൻ നീയല്ലാതെ ആരുമില്ലല്ല അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് മുസ്ലിമായി അല്ലാഹു നമ്മളെ ജീവിപ്പിച്ചു. മുസ്ലിമായിട്ട് മരിക്കണം. അതിന് റബ്ബിനോട് നമുക്ക് തേടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا الجلال والإكرام أمتنا على دين الإسلام. റബ്ബേ, ഞങ്ങളെ നീ മുസ്ലിമായി ജനിപ്പിച്ചു. മുസ്ലിമായിട്ടല്ലാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർ ചൊല്ലാറുള്ള, അവർ ചൊല്ലാൻ നിർദ്ദേശിക്കാറുള്ള ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ يا حنان يا منان يا ديان يا سبحان 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 يا حنان يا منان يا ديان يا سبحان. കബൂലാക്കണേ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും വിജയവും നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് റബ്ബിലേക്ക് തവക്കുലാക്കാം. അല്ലാഹു തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ. ഞങ്ങളെല്ലാ കാലത്തിലും നിന്റെ പൊരുത്തവും നിന്റെ തിരുനോട്ടവും സഹായവും നൽകണേ അല്ലാ. നിന്റെ മുതവക്കീങ്ങളായ അടിയാറുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതാം. വലിയ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത 2 ആയത്തുകളാണ്.
أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ രണ്ടായത്തുകൾ 7 തവണ ഓതിയ മുഅ്മിനീങ്ങൾക്ക് നീ നൽകുന്ന എല്ലാ ഖൈറും ബറക്കത്തും വിജയവും നിന്റെ പൊരുത്തവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി ഇനി നമുക്ക് കടമുള്ള ആളുകള്, വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ആ പ്രാർത്ഥന നിർവഹിക്കാം. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചൊല്ലിക്കോളൂ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഫാരിജിൽ ഹമ്മി വകാശിഫുൽ ഉമ്മി വമുജീബ ദഅവത്തൽ മുദ്തരീൻ റഹ്മാന ദുനിയാ വൽ ആഖിറതി വറഹീമുഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ. വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമം കാണുന്ന റബ്ബേ, ജീവിതം റാഹത്തിലാക്കി തരണേ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി ഇനി നമുക്ക് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ചതായ 40 കാഫുകൾ അടങ്ങിയതായ ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് വല്ലാത്ത ഫളിലുള്ള ബൈത്താണ്. അല്ലാഹു തആല ശൈത്താന്റെ ശർറിനെ തൊട്ട് നമ്മളെ കാക്കും. ശൈത്താൻ കണ്ട് അടുക്കൂല. മാത്രല്ല കള്ളമാർ ശല്ലിനെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാവും. സാഹിരീങ്ങളുടെ ഷെറിൽ നിന്ന്, ആയിരീങ്ങളുടെ ഷെറിൽ നിന്ന്, എല്ലാ ഷെറുകാരിൽ നിന്നും അള്ളാഹിന്റെ കാവൽ ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ബൈത്താണ്. സ്ക്രീനിൽ നോക്കിയിട്ട് അക്ഷരം തെറ്റാതെ കൂടെ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഫാക റബ്ബുക കം യക്ഫീക വാകിഫതൻ കിഫ്കാഫുഹാ കകമീനിൻ കാന മിൻ കലികാ تقر كرا ككر الكر في كبد تحكي مشكشكة كلت لك الكلكا كفاك ما بكفاك الكاف قربته يا كوكبا كان تحكي كوكب الفلكا. നാദാ സ്വീകരിക്കണേ. എല്ലാ ശർറുകാരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അഫ്ളലു ദിക്ർ 33 തവണ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് ഈ തൗഹീദിന്റെ കലിമത്ത് ഉറക്കെ പറഞ്ഞ് സ്വർഗം കണ്ട് റസൂലുള്ളാഹിനെ കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, 33 തവണ അല്ലാഹുവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ 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 അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. പടച്ചോനെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ. രോഗങ്ങൾ ശിഫയാക്കി തരണേ. വിഷമങ്ങൾ നീ ദൂരീകരിച്ച് തരണേ. ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, 5 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പടച്ചോനെ, സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു തരണേ. ഖൈറിനെ ഞങ്ങളിലേക്കും അടുപ്പിച്ചു തരണേ. അതിന് തടസ്സമാകുന്ന എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ ആ തടസ്സങ്ങളൊക്കെ നീ മാറ്റി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ മേൽ 33 തവണ സ്വലാത്ത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്
الصلاة والسلام عليك يا حبيب الله 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 الصلاة والسلام عليك يا حبيب الله. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാൻ ഒരുപാട് പേര് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമൊക്കെ സ്വീകരിക്കണേ. അതിന്റെ സവാബിന്റെ മിസ്രി ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. എല്ലാ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അർവാഹിലേക്ക് എത്തിക്കണേ. ഞങ്ങൾ ഉസ്താദുമാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അല്ലാഹുവയുടെ ദറജ ഉയർത്തണേ. അവരുടെ മദദും നുസ്റത്തും ഫൈളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ. ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ. ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ. ഈമാന് പൂർണ്ണമാക്കണേ. തഖ്വ നൽകണേ അല്ലാഹ്. നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. ഞങ്ങളുടെ മക്കൾക്കും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ വേദനകളൊക്കെ ശിഫയാക്കി തരണേ റബ്ബേ. പലരും ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പല വിഷമങ്ങളും പറഞ്ഞിട്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിഷമങ്ങൾ എന്താണെന്ന് നിനക്ക് വ്യക്തമായി അറിയാം. എല്ലാം നീ മാറ്റി കൊടുക്കണേ. എല്ലാത്തിനും പരിഹാരവും റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ വളരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതം ഖൈറിലാക്കി കൊടുക്കണേ പടച്ചോനെ. ഈ മജ്‌ലിസ് കൊണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തും വിജയവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചോനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും റസൂലുള്ളാഹിനെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വലീഹങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് അവരുടെ ഗർഭം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള സ്വലീഹങ്ങളായ ഒരു ന്യൂനതയില്ലാത്ത മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, മക്കളെ കല്യാണം ശരിയാവാത്തവരുണ്ട്, ചെറുപ്പക്കാർ അല്ലാഹ്, എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ നീ റാഹത്തുള്ള ബന്ധം നടക്കണേ റബ്ബേ. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പലരും ദുആ ചെയ്യണേ ഉസ്താദേ. കല്യാണത്തിന്റെ കാര്യത്തിൽ റാഹത്താക്കി കൊടുക്കണേ പടച്ചോനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.